അങ്ങനെ 4 വർഷത്തിന് ശേഷം അങ്ങനെ ഞാൻ പിന്നെ ഒരു കാർ എടുത്തതാണ് ഫോർഡ് ഫിഗോ. നമ്മൾ വർഷോപ്പിൽ തന്നെ പണിയുന്ന വണ്ടിയാണ്, നമുക്ക് അറിയാവുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് വണ്ടി എടുത്തത്. അങ്ങനെ താക്കോൽ ചടങ്ങാണ്. എനിക്ക് പണ്ട് CR ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ. അപ്പം പിന്നീട് ഇപ്പോഴാണ് CR കൊടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഒരു വണ്ടി എടുക്കാൻ പറ്റിയത്. പിന്നെ വീട്ടുകാർക്ക് വണ്ടി കൊടുക്കാൻ താല്പര്യമൊന്നുമില്ല, നല്ല വിഷമമുണ്ട് കേട്ടോ. അവർ കൊടുക്കാൻ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ കൊടുത്തതാണ്. പിന്നെ ഇപ്പം ഞാൻ ഇനി വീട്ടിലോട്ട് പിന്നെ അക്ഷയയിലൊക്കെ പോകണമായിരുന്നു. അതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പേര് മാറ്റുന്നതിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അക്ഷയയിലോട്ടൊക്കെ പോയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ടുള്ള വരവാണ്. എൻ്റെ കൂട്ടുകാരുണ്ട് ബിബിൻ എന്ന് പറഞ്ഞ ആളാണ്, അവൻ ബൈക്കിൽ പുറകെ വരുന്നുണ്ട്. ഞാൻ പിന്നെ വണ്ടിയും കൊണ്ട് നേരെ വീട്ടിൽ കയറിയില്ല, നേരെ വർക്ക്ഷോപ്പിലോട്ട്. വർക്ക്ഷോപ്പിലല്ല, വർക്ക്ഷോപ്പുണ്ട് അവിടെ, പക്ഷേ ഞങ്ങളൊരു വാഷിംഗ് സെൻറ്ററിലോട്ട് പോയതാണ്. വണ്ടിയിൽ നിന്ന് കഴുകണമല്ലോ, വണ്ടി ഓടെ കിടക്കുമായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കുമായിരുന്നു അവർ, പക്ഷേ എന്നാലും നമ്മളൊന്ന് കഴുകണമല്ലോ. പിന്നെ അടിയിൽ വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും അണ്ടർ ബോഡി വാഷിങ് ഫുള്ള് വാഷ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി അടിയിൽ നിന്നും അഴുക്കൊന്നുമില്ല കേട്ടോ, പാച്ച് വർക്കൊന്നുമില്ല. അത് കുറച്ച് പണിയുണ്ട്, എന്നാലും വലിയ പണിയൊന്നുമില്ല വണ്ടിക്ക്. വണ്ടി നീറ്റാണ്, വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ വാഷിങ് ആരംഭിച്ചു. അങ്ങനെ പിന്നെ മഞ്ഞത്ത് പോകാനുള്ള സമയമായി. അങ്ങനെ മഞ്ഞത്ത് പോയി. അങ്ങനെ മഞ്ഞത്ത് പുതപ്പിച്ചേക്കുകയാണ്. അങ്ങനെ പിന്നെ ഏതൊരു വണ്ടിപ്രാന്തൻ്റെ ആഗ്രഹമാണല്ലോ ഇങ്ങനെ ഇത് മഞ്ഞ് പുതപ്പിക്കും വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ ഞാനും ആ വീഡിയോ എടുത്തിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി എടുത്തതാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വണ്ടി കുട്ടപ്പനാക്കി പുറത്തിറക്കി. പിന്നെ ഇനി ഇന്ത്യയിലും വാക്കവും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് നീക്കിയിടണം. പിന്നെ അവിടുത്തെ ബായിയാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ. ബായി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. അതുകൊണ്ട് പോകുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ ബിബിൻ. പിന്നെ അങ്ങനെ എല്ലാം ഇന്ത്യയിലും കഴിഞ്ഞ് എല്ലാം അങ്ങനെ വണ്ണീസ് കണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടിട്ടു. വീട്ടുകാരെല്ലാം കാണിച്ച് ഇനി വീട്ടുകാരെ കൊണ്ട് വൈകിട്ട് റൈഡിന് പോകണം.